എവ്രിവൺ, ഈ വീഡിയോയിൽ നമ്മൾ ഡിജിറ്റൽ എഡ്യൂക്കേഷണൽ ടൂൾസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിൽ നമുക്കറിയാം ICT ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതിൽ വളരെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിൽ വളരെയധികം എക്സ്പ്ലോർ ചെയ്ത് കാണുന്ന ഒരു പുതിയ ഏരിയ ആണ് ഡിജിറ്റൽ എഡ്യൂക്കേഷണൽ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ബേസിക്കലി എന്താ നമ്മൾ പഠിക്കേണ്ടത്? എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ടൂൾസ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ ഭാഗമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഐ ജസ്റ്റ് ഗിവ് യു എ സാമ്പിൾ ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. സോ ദെൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇതെന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. സോ സാമ്പിളായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. Statement 1 എന്താ പറഞ്ഞിരിക്കുന്നത്? Edpuzzle is a tool used for mind mapping in education, and statement 2 says MindMeister is a tool used for creating interactive videos in education. അപ്പോൾ ഇവിടെ 2 ടൂൾസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, Edpuzzle ആൻഡ് MindMeister. അപ്പോൾ ഈ 2 ടൂൾസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ജനറലി നിങ്ങൾ ഈ ഒരു ഡിജിറ്റൽ എഡ്യൂക്കേഷണൽ ടൂൾസ് എന്ന് പറയുന്ന ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്താൽ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സാമ്പിൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഡിഫറെൻറ്റ് ഡിജിറ്റൽ ടൂൾസിൻ്റെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഒരാൾക്കുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്യുന്ന MCQസോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് ചില എക്സാമ്പിൾസ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. എക്സാമ്പിൾസിൽ ബേസിക്കലി ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ആൾക്കൊരു എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ നീഡ് ഉണ്ട്, അത് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ടൂൾ ഏതാണെന്ന് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യൂ എന്നുള്ള രീതിയിൽ എക്സാമ്പിൾസ് ബേസ് ചെയ്ത് അതിന് യൂസ്ഫുൾ ആവുന്ന ടൂൾസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇവിടെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതെന്താണ് എന്നുള്ളൊരു ഐഡിയനെ എക്സ്പ്ലോർ ചെയ്യുന്ന പോലെയാണ് തന്നിരിക്കുന്നത്, അല്ലേ? ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ നോക്കും, മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നൊരു ടേം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ മൈൻഡ് മാപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞിട്ട് ഒരു 5 or 6 ഓപ്ഷൻസ് നമുക്ക് തരും. അതിൽ നിന്ന് മൈൻഡ് മാപ്പിംഗ് യൂസ് ചെയ്യാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയർസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട രീതിയിലും ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ടൂൾസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നൊരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ എന്ന് പറയുന്നത്. അപ്പോൾ എനിവേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ 2 എഡ്യൂക്കേഷൻ ടൂൾസ് എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം.
സോ സ്റ്റേറ്റ്മെന്റിൽ ആദ്യം തന്നിരിക്കുന്ന ടൂൾ എന്താണ്? എഡ്പസിൽ എന്ന് പറയുന്ന ടൂളാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. എഡ്പസിൽ is a free assessment centered tool that allows teachers and students to create interactive online videos by embedding either open-ended or multiple choice questions, audio notes, audio tracks or comments on a video. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രൈമർലി ഫോക്കസ് ചെയ്യുന്ന ടേം എന്താണ്? ഇൻ്ററാക്റ്റീവ് ഓൺലൈൻ വീഡിയോസ്. അത് എഡ്പസിൽ എന്ന് പറയുന്നത് ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഓൺലൈൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ ഇങ്ങനെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസിലൂടെ ദേ കെൻ ഇൻറ്ററാക്ട് ടു ഈച്ച് അതർ അല്ലേ, അതിനുള്ളൊരു പോസിബിലിറ്റി അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് പല രീതിയിൽ ഇൻറ്ററാക്ഷൻസ് പോസിബിൾ ആകാനായിട്ട് നമുക്ക് പല എലമെൻറ്റ്സ് ഉൾപ്പെടുത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുക, ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനുള്ള ഓപ്ഷൻസ് കൊടുക്കുക, ഡിഫറെൻറ്റ് ഫോർമാറ്റ്സിൽ അതിനകത്ത് കോണ്ടന്റുകൾ പ്രസൻറ്റ് ചെയ്യുക, ആൻഡ് ഓൾസോ ഈ വീഡിയോകൾക്ക് കോമൻറ്റ്സ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൊടുക്കുക. ഇങ്ങനെ പല രീതിയിൽ ഓൺലൈൻ വീഡിയോസ് കുറച്ചുകൂടി ഇൻറ്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ടൂളാണ് എഡ്പസിൽ എന്ന് പറയുന്നത്. ഇനി ആ ക്വസ്റ്റിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ കണ്ടിരുന്ന ടൂൾ എന്തായിരുന്നു? ദാറ്റ് ഇസ് മൈൻഡ് മേസ്റ്റർ. മൈൻഡ് മേസ്റ്റർ എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നോക്കിയേ. ഇറ്റ് ഇസ് എൻ ഓൺലൈൻ കൊളാബറേറ്റീവ് നോളജ് ബേസ്ഡ് മൈൻഡ് മാപ്പിംഗ് ടൂൾ ദാറ്റ് സ്റ്റുഡൻസ് ക്യാൻ യൂസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മേക്ക് കണക്ഷൻസ് ബിറ്റ്വീൻ കോൺസെപ്റ്റ്സ്, ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? എഡ്പസിൽ നമ്മൾ പറഞ്ഞ എന്താ? ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഓൺലൈൻ വീഡിയോസ് ആണ് ആ ഒരു ടൂളിൻ്റെ ഉദ്ദേശമെങ്കിൽ മൈൻഡ് മേസ്റ്ററിൻ്റെ ഉദ്ദേശം എന്താണ്? മൈൻഡ് മാപ്പിംഗ് ആണ്. മൈൻഡ് മാപ്പിംഗ് ടൂളാണ് മൈൻഡ് മേസ്റ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മൈൻഡ് മാപ്പിംഗ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഐഡിയാസ് അതിനെയൊക്കെ കണക്ട് ചെയ്ത് അത് മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മളതിനെ കോൺസെപ്ച്വലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ മനസ്സിലാവുന്ന ഒരു മൈൻഡ് മാപ്പ് അല്ലേ, ഡിഫറെൻറ്റ് ഐഡിയാസൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ മൈൻഡ് മാപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൈൻഡ് മാപ്പിംഗ് ടൂളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മൈൻഡ് മാപ്സ് ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൊളാബറേറ്റീവ് ടൂളാണ് മൈൻഡ് മേസ്റ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് മെനി ആപ്ലിക്കേഷൻസ് ബിയോണ്ട് മൈൻഡ് മാപ്പിംഗ് ഇൻക്ലൂഡിംഗ് ക്രിയേറ്റിംഗ് ടു ഡു ലിസ്റ്റ്, പ്രൊജക്ട് പ്ലാനിംഗ്, ഡിസൈനിങ് ടൈം ലൈൻസ് ആൻഡ് ബ്രെയിൻ സ്റ്റോമിംഗ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു നോളജ് ബേസ്ഡ് മൈൻഡ് മാപ്പിംഗ് ടൂളാണ്. അതായത് നമ്മളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടൂളാണ്. അപ്പോൾ പ്രൈമറിലി ഇതൊരു മൈൻഡ് മാപ്പിംഗ് ടൂൾ ആണെങ്കിലും അതിനപ്പുറത്തേക്ക് ചില സാധ്യതകൾ കൂടി ഇതിനകത്തുണ്ട്. നമുക്ക് ടു ഡു ലിസ്റ്റുകൾ ഇതിനകത്ത് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും, പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ ഡിസൈനിങ് ടൈം ലൈൻസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം, ആൻഡ് ഓൾസോ ബ്രെയിൻ സ്റ്റോമിങ്. നിങ്ങളിപ്പോൾ ഒരു എവിടെയെങ്കിലും വർക്ക് ചെയ്യണം, അപ്പോൾ അവിടെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് നിങ്ങൾക്ക് ആസ് എ ഗ്രൂപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, ബ്രെയിൻ സ്റ്റോം ചെയ്യാനൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൂളാണ് മൈൻഡ് മേസ്റ്റർ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി വി ആർ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ നമുക്ക് ഒന്നുകൂടെ പോകാം. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താ? എഡ്പസിൽ is a tool used for mind mapping in education, and statement 2 says mind master is a tool used for creating interactive videos in education. സോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് റൈറ്റ് ആൻസർ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഇൻ ദി സെൻസ് ഇത് രണ്ടും ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും അല്ലേ. എഡ്പസിൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്? ഇൻറ്ററാക്റ്റീവ് ഓൺലൈൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ. മൈൻഡ് മേസ്റ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്? മൈൻഡ് മാപ്പിംഗ് ടൂളായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ടൂളുകളുടെ ഉപയോഗം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ. എഡ്പസിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് മൈൻഡ് മേസ്റ്ററിൻ്റെ ഡെഫിനേഷൻ ആയിട്ടും മൈൻഡ് മേസ്റ്റർ എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത് എഡ്പസിലിൻ്റെ കൂടെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ രണ്ടും എന്താണ്? തെറ്റാണ്. എഡ്പസിൽ is not a tool used for mind mapping and mind master is not used for creating interactive videos in education. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ റൈറ്റ് ആൻസർ ചെയ്താൽ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഫോൾസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഇനി ഇത് മാത്രമാണോ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനുള്ള സാധ്യത? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്? അല്ല അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു വേറെയും തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസംബർ 2023 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ്. മിസ്റ്റർ ജോൺസൺ വാണ്ട്സ് ടു ക്രിയേറ്റ് എ മൈൻഡ് മാപ്പ് for his students to help them understand the concept of photosynthesis. Which of the following tools would be most suitable? And we have the options MindMeister, Edpuzzle, Nearpod and Hot Potato. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇതിനകത്ത് കീ ടേം എന്താ? മൈൻഡ് മാപ്പ് എന്നുള്ളത് അല്ലേ. ഇപ്പോൾ മിസ്റ്റർ ജോൺസൺ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിന് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നന്നായി പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൂള്
ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെ ഓപ്ഷൻസ് നമുക്കറിയാം, മൈൻഡ് മേസ്ഡും മെഡ്പസിലും എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു മൈൻഡ് മാപ്പിംഗ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ടൂൾ ഏതാ, മൈൻഡ് മേസ്റ്റർ ആണ് അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസ് വെച്ച് തന്നെ ഇതിൻ്റെ റൈറ്റ് ആൻസറിലേക്ക് നമുക്ക് വരാം. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഇവിടെ നമുക്ക് വേറെ ചില ഓപ്ഷൻസ് കൂടിയുണ്ട്. നിയർപോഡ് ഉണ്ട്, ഹോട്ട് പൊട്ടറ്റോ ഉണ്ട്. ഇതല്ലാണ്ട് ഒരുപാട് ഇതുപോലെയുള്ള ഡിജിറ്റൽ ടൂൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എക്സ് മൈൻഡ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, അതുപോലെ കഹൂദ് എന്ന് പറഞ്ഞൊരു ടൂൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്യാൻവ ഈസ് എ പ്ലാറ്റ്ഫോം ദാറ്റ് വി ക്യാൻ യൂസ്. അപ്പോൾ ഇങ്ങനെ ഒരു പാക്ലെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പെർട്ടിക്കുലർ ഡിജിറ്റൽ ടൂൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടൊരു യൂസ് ചെയ്യുന്ന ഒരു ടൂളുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ഡിജിറ്റൽ എഡ്യൂക്കേഷണൽ ടൂൾസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഡിഫറെൻറ്റ് നീഡ്സിന് വേണ്ടി, ഇതുപോലെ ഇൻറ്ററാക്റ്റീവ് വീഡിയോസ് ഉണ്ടാക്കാനോ, മൈൻഡ് മാപ്പിങ്ങിനോ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് ഒക്കെ, പോസ്റ്റർ ഡിസൈൻസ്, അങ്ങനെയുള്ള ഡിസൈനുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനോ, ഗ്രാഫിക് ഡിസൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഏരിയ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ എത്രമാത്രം ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ടൂൾസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എഡ്യൂക്കേഷൻ ടൂൾസ് നമ്മൾ കവർ ചെയ്യണം. സോ ആ രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഡിജിറ്റൽ ടൂൾസും അതിൻ്റെ യൂസസും ഒക്കെ നമ്മളുടെ ലൈവ് സെഷൻസിലും ക്ലാസ് റൂം ക്ലാസ്സസിലും ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ബി കമ്മിങ് സൂൺ ഇൻ അവർ LMS2. അപ്പോൾ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ടൂൾസിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ LMS പ്ലാറ്റ്ഫോമിലും വരുന്നതാണ്. സോ ഈ രീതിയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഏരിയാസും എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പോസിബിലിറ്റീസ് മനസ്സിലാക്കി പഠിക്കണം. അല്ലെങ്കിൽ ആ രീതിയിൽ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ പഠിക്കണം വെൻ വി ആർ പ്രിപ്പയറിംഗ് ഫോർ ഒരു നാഷണൽ ലെവൽ എക്സാം ലൈക്ക് ഇൻ TUGC നെറ്റ് അല്ലേ. സോ നെറ്റ് എക്സാം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു എക്സാമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ചാൽ ലഭിക്കുന്ന, അല്ലെങ്കിൽ ആർക്കായാലും നന്നായി എഫേർട്ട് ഇട്ട് പഠിച്ചാൽ കിട്ടും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ബിക്കോസ് ഇറ്റ്സ് എ വെരി വെരി സിഗ്നിഫിക്കൻറ്റ് എക്സാം. വളരെ നാഷണൽ ലെവലിൽ നടക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എക്സാം കൂടിയാണ്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടൊരു സ്ട്രാറ്റജി എങ്ങനെ എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ പറഞ്ഞ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ബാക്കി ഡിജിറ്റൽ ടൂൾസൊക്കെ നമ്മുടെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കിവിടെ Appleby അക്കാഡമിയിൽ ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. എസ്പെഷ്യലി ഫോർ പേപ്പർ 1 നിങ്ങൾക്ക് പേപ്പർ 1ൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ പേപ്പർ 1ൻ്റെ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ സെഷൻസ് ഒക്കെ നമ്മൾ Applebyയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കോഴ്സസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. And you can talk to a team, so they will help you in finding the best course that you can choose. Okay, so അങ്ങനെയുള്ള നിങ്ങളുടെ എൻക്വയറീസ് അല്ലെങ്കിൽ നിങ്ങളുടെ കൺസേൺസ് ഒക്കെ നമ്മുടെ ടീമുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ടൂൾസ് ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ടൂൾസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഹെൽപ്ഫുൾ ആവും എന്ന കാര്യത്തിൽ സംശയമില്ല. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.